ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് ഡാൻസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാഗമണില തങ്ങൾപ്പാറ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെയുള്ള ഒരു 2 മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലി ഫുള്ളും ഉണ്ട്. ഇതാ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ടാസ്കിന് റെഡിയാണോ? റെഡി റെഡി റെഡിയാണോ? റെഡി നോക്ക് നീ റെഡി. കല്ലുള്ള വഴികൾ കൂടെ എന്താ കുത്തനെയുള്ള മല നിരകളിൽ കൂടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരത്തിൻ്റെ അഭിമാനം. അപ്പോൾ തങ്ങൾപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിംഗ് ചെയ്തിട്ടാണെങ്കിൽ ആ പാറയുടെ ഏറ്റവും അവസാനം അങ്ങ് അറ്റം വരെ പോകാം. എന്താ കണ്ട ആൾക്കാരൊക്കെ പോകണുണ്ടോ? അങ്ങ് അറ്റം വരെ പോകാം. ഏറ്റവും മുകളിൽ സംഭവം കയറുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്രയും ദൂരത്ത് നിന്നിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെയുള്ള ഒരു 2 മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലി ഫുള്ളും ഉണ്ട്. ഇതാ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ടാസ്കിന് റെഡിയാണോ? റെഡി റെഡി റെഡിയാണോ? റെഡി നോക്ക് നീ റെഡി. കല്ലുള്ള വഴികൾ കൂടെ എന്താ കുത്തനെയുള്ള മല നിരകളിൽ കൂടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരത്തിൻ്റെ അഭിമാനം. ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. നമ്മളെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് കയറുന്നത്. അതും പിള്ളേരെല്ലാം കൊണ്ടാണ് സംഭവം നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ചയാണെങ്കിൽ നമ്മളിവിടെ ആണെങ്കിൽ ബിരിയാണി കൊടുപ്പുണ്ട് കേട്ടോ. സൂപ്പർ നേർച്ച ബിരിയാണി കൊടുപ്പുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? എങ്ങനെയുണ്ട് അത് പറ. ഇങ്ങോട്ട് നോക്കി പറ. നല്ല തണുത്ത കാറ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റുമോ? ഓക്കെ. ഏത് സമയത്താണ് മാക്സിമം നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സമയം? രാവിലെയും വൈകുന്നേരമാണ് കയറാൻ പറ്റുന്ന സമയം. ഉച്ച സമയത്താണ് നമ്മൾ ടാസ്ക് ആണെങ്കിൽ ടാസ്ക് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മളെ കൂടെ വന്ന റിസ്കിന് ഒട്ടും താല്പര്യമില്ലാത്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഇരുന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇന്ന് ചോറൊക്കെ ദഹിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഇതുവഴിയാണ് പോയിന്റൊക്കെ നോക്കിയോ. ഒരു രക്ഷയില്ല, അടിപൊളി. തങ്ങൾപ്പാറയിൽ മുകളിലുള്ള വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ ചെറിയ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതാ വെറും കല്ല്. 17 വർഷത്തിന് മുമ്പ് മല കയറിയ വ്യക്തി ഇന്ന് ആദ്യമായിട്ട് ഇതാ നേർച്ചയുടെ ഭാഗമായിട്ട് വേണ്ട സർക്കസൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം. ഓ മൈ ഗോഡ്. ആര് വരുന്നുണ്ട്. അറിയില്ല. നമ്മളിപ്പോ എത്ര ദൂരം നടന്നായിരിക്കും? എത്ര ദൂരം നടന്ന്? 1 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. ഓക്കെ, കുത്തു മലയായോണ്ട് ഇനി പെട്ടെന്ന് അങ്ങ് കയറുക. ഇനി കുറച്ച് റിസ്ക്കാണ്. എത്താറായി. നമ്മുടെ നേർച്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ മുകളിലോട്ട് കയറിയാലേ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്. നേർച്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ ബാലരാമപുരത്തിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തളർന്ന് എത്രയോ കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു ട്രക്കിംഗ് ആണെങ്കിൽ സംഭവിക്കുന്നത്. അത് മലയുടെ മുകളിൽ കൂടെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്.
എൻ്റെ പൊന്നോ, മലയിൽ അവിടെ ഫോട്ടോസ് കൊടുക്കുന്നു. പോണം. ആ മുന്നൂറ് കയറി പോണോ? പതുക്കെ കയറിയാതി നസറീൻ, പതുക്കെ കയറിയാതി, തിരിഞ്ഞു നോക്കണ്ട. സുബേറെ പിള്ളേരെ കൂടെ നോക്കേ. ടാസ്ക് ടാസ്ക്. ഓ മൈ ഗോഡ്. എൻ്റെ പൊന്നോ, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള മഞ്ഞു വീഴ്ചയും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ല എന്ന് കരുതുന്നു. ബാബാ ദാ വരുന്നു. കമോൺ, ബാലരാമപുരത്തിന്റെ ചുണക്കുട്ടി കേറി വരികയാണ്. മല മുകളിൽ കൂടെ കേറി വരികയാണ്. ഇതൊന്നും പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മലയെങ്കിലും കീഴടക്കട്ടെ. ഓക്കെ. കമോൺ, ഒതുങ്ങി നടക്കാൻ പതുക്കെ പോയാൽ മതി. ബാബാ ഓടിയോ 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 ഓടിയോ. ബാബാ ചുണക്കുട്ടി. നമ്മൾ മൂന്നാമത്തെ മല അവസാനം കയറിയിട്ടുണ്ട്. അങ്ങനെ താഴെന്ന് കയറി വന്നതാണ്. പക്ഷെ എൻ്റെ പൊന്നെണ്ണ, ഓ മൈ ഗോഡ്, ഹെവി റിസ്ക്. സൈഡിലേക്ക് കമ്പിയാലി കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതെന്താ ആക്ച്വലി പച്ച കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. നമ്മൾ തങ്ങൾപ്പാറയിൽ കയറിയ സമയത്ത് മുകളിൽ പോകുന്ന സമയത്തുള്ള വിശ്വാസമാണ് ഗൈസ്. സൂപ്പറല്ലേ. നേരെ താഴോട്ട് പോകും. താഴോട്ടല്ല, വീണ്ടും മുകളിലോട്ട് കയറണം. അവിടെ അപ്പുറത്താണ് സംഭവം മക്ബറയും കാര്യങ്ങളൊക്കെ ഉള്ളത്. കയറി 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 3 മലയും കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോഴേക്കും മക്ബറ എത്തിയിട്ടുണ്ട്. തങ്ങൾപ്പാറ. ഇതാണ് നമ്മുടെ തങ്ങൾപ്പാറ. തങ്ങൾപ്പാറയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. പാദരക്ഷകൾ ഊരിയിടുക. തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ഭാഗ്യം. ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം പോകേണ്ടത്. ലേഡീസിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട് മുകളിൽ. അതോടൊപ്പം തന്നെ തങ്ങൾ കുന്ന് ഔലിയായെ അടക്കിയിരിക്കുന്ന മക്ബറ. ഇങ്ങോട്ടൊക്കെ തങ്ങൾപ്പാറ.